ഇവന്റെ കൂടെ പഠിച്ചവരൊക്കെ വളർന്ന ഓരോ നിലക്കെത്തി. ഇവനൊരുത്തൻ ഇന്റർവ്യൂ പരീക്ഷ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഉള്ളതൊക്കെ എടുത്ത് വിറ്റു മുടിച്ചു. മനുഷ്യനായ കുറച്ച് നാണുമാനും വേണ്ട. புது வெள்ளை மழை இங்கு பொழிகின்றது. നമുക്ക് വേണ്ട ഒരാളെ തന്നെ കിട്ടണമല്ലോ. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഓൾ കേരള. അപ്പം അതിലേക്കാണ് ഞാൻ ഫസ്റ്റ് ഫോർവേഡ് ചെയ്ത്. അവിടെ നിന്ന് തന്നെ കുറേ റെസ്പോൺസ് വന്നു. പക്ഷേ എനിക്ക് വന്നത് തിരുവനന്തപുരം, തൃശ്ശൂർ, എറണാകുളം അവിടെ നിന്നൊക്കെയാണ്. ഞാൻ 2 ദിവസത്തെ വർക്കുള്ളൂ ഇത് ശരിക്കുള്ളത്. അപ്പോൾ എനിക്ക് വേണ്ടത് നമ്മളെ മലപ്പുറം ആ ഏരിയ എന്നുള്ള ആൾക്കാരെ വേണ്ടത്. അങ്ങനത്തെ കുറേ വന്നപ്പോൾ അത് കുറേ റിജക്റ്റ് ചെയ്തു. പിന്നെ ഞാൻ മലപ്പുറം മാത്രമുള്ള ഒരു ഗ്രൂപ്പുണ്ട്, അതിൽ അതേപോലെ ഓഡീഷൻ അയച്ചു. അപ്പോൾ അവിടുന്ന് ഒരുപാട് റെസ്പോൺസൊക്കെ വന്നു. പിന്നെ എൻ്റെ ലൊക്കേഷനും കറക്റ്റ് വരുന്നത് മഞ്ചേരി ഏരിയയിലാണ്. പിന്നെ മഞ്ചേരി ഏരിയയിൽ നിന്ന് പിടിക്കാൻ നോക്കി. അങ്ങനെ മഞ്ചേരിയിൽ നിന്ന് കണ്ടമാനം കോൾസ് വന്നു. അതേമാതിരി ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് എല്ലാവരോടും പെർഫോമൻസ് വീഡിയോയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അയച്ചാന്ന്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ ഓരോരുത്തരെ നോക്കി സെലക്ട് ചെയ്തു. പിന്നെ നമുക്ക് വേണ്ട ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇതേപോലെയൊക്കെ തന്നെ ഏരിയാസിനെ പോലെ ക്യാരക്ടർ തന്നെയാണ് വേണ്ടത്. ലുക്കിലും പിന്നെ പെർഫോമൻസ് വീഡിയോ ഒക്കെ ഭയങ്കര ഇഷ്ടമായി അയച്ചപ്പോൾ. പിന്നെ ചില ഫിലിമിലൊക്കെ ചെറുതായി വർക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ക്ലിപ്പൊക്കെ കണ്ടപ്പോൾ ഓക്കെ നമുക്ക് എടുക്കാൻ തീരുമാനമായി. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തതാണ്. ഈ സ്റ്റോറി എന്ന് മുതലാണ് സാറിന്റെ മനസ്സിൽ വന്നു തുടങ്ങിയത്? സ്റ്റോറി വന്നിട്ട് 2-2.5 കൊല്ലമായി. പക്ഷെ നമ്മളത് അപ്പോഴും ചെറിയൊരു ത്രെഡ് ഉള്ളിൽ വെച്ചിരിക്കായിരുന്നു, ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ഈ ഔട്ട്പുട്ട് വന്നപ്പോൾ സാറിന് എന്താണ് തോന്നിയത്? സാറിന്റെ മനസ്സിലുള്ള ഒരു ഫീല് വന്നു? ഞാൻ പ്രേക്ഷകരിൽ പറയാൻ വെച്ചിരുന്ന കാര്യം വൃത്തിയിൽ പറയാൻ പറ്റി എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഞങ്ങൾ ഓൾറെഡി ഇതൊരു ഗ്രൂപ്പുണ്ട് ഞങ്ങൾക്ക്, എന്താണ് ഷോർട്ട് ഫിലിമിൻ്റെ അസോസിയേഷൻ്റെ ഒരു ഗ്രൂപ്പുണ്ട് മലപ്പുറം ജില്ലത്തെ. അതിലൊരു മെമ്പറാണ് ഞാനും, അതുപോലെ ചന്ദ്രേട്ടനും. ഞങ്ങൾ 2 പേരും അത് ആ ഗ്രൂപ്പിലുള്ളതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ത്രെഡുള്ള കാര്യം ഫസ്റ്റ് ഗ്രൂപ്പിലാണ് അറിയിച്ചത്. പക്ഷെ അവിടെ നിന്നും വേണ്ടത്ര റെസ്പോൺസ് ഒന്നും വന്നില്ല. പക്ഷേ ഇന്ന് ഗ്രൂപ്പിൽ നിന്ന് 19 ആൾക്കാരുണ്ട്. പക്ഷേ ഇന്ന് 2-3 ആൾക്കാർ മാത്രമേ പേഴ്സണൽ മെസ്സേജ് അയച്ചു. പക്ഷേ ചന്ദ്രേട്ടന് ഒരുപാട് നാളായിട്ട് എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്ന് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ വിജയകുമാറും, ഇവർ 2 പേരും കൂടുതലായിട്ട് നമുക്ക് നല്ല സപ്പോർട്ട് തന്ന ഗ്രൂപ്പിൽ നിന്ന്. ഓക്കെ എന്നാൽ ശരി നമുക്ക് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഫസ്റ്റ് കഥ പറയുന്നത് ചന്ദ്രേട്ടനോടാണ്. ചന്ദ്രേട്ടൻ അപ്പോൾ കഥ ഓക്കെ ഇഷ്ടമായി. നമ്മൾ ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഈ കഥ ഇഷ്ടമാവുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി അതെന്തോ ഒരു നല്ലൊരു ത്രെഡ് തന്നെയാണ്, അത് ചെയ്യാന്നുള്ളൊരു തോന്നൽ വന്നു. അതേപോലെ നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചു.